ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് HP-യുടെ പവലിയൻ സീരീസിൽ വരുന്ന ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. HP-യുടെ പവലിയൻ സീരീസ് എന്ന് പറയുന്നത് കൂടുതലും ഗെയിമിംഗ് ലാപ്ടോപ്പുകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏകദേശം 60,000 രൂപയ്ക്ക് മുകളിലോട്ടുള്ള ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ അതിൽ AMD-യുടെ RYZEN 7 അതോടൊപ്പം തന്നെ NVIDIA-യുടെ RTX സീരീസ് ഗ്രാഫിക്സ് കാണും വരുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ലാപ്ടോപ്പാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ടൈം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ വീഡിയോ ചുട്ട് പോയേക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാം. ഡിസൈൻ നോക്കുവാണെങ്കിൽ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിനോട് സാദൃശ്യം തോന്നുന്നു, അല്ലെങ്കിൽ ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഡിസൈൻ ലാംഗ്വേജാണ് ഈ ഒരു ലാപ്ടോപ്പിന് നൽകിയിട്ടുള്ളത്. ഏറ്റവും ടോപ്പിലായിട്ട് HP എന്ന് പറയുന്ന ബ്രാൻഡിങ് കാണുവാൻ സാധിക്കും. അതൊരു ബ്ലാക്ക് ആൻഡ് പർപ്പിൾ കളർ കോമ്പിനേഷനാണ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് പവലിയൻ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരികയാണെങ്കിൽ നമുക്കൊരു വലിയ എയർ വെൻറ്റ് കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പവലിയൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ് നൽകിയിട്ടുണ്ട്. ബാക്ക് സൈഡിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ എയർ വെൻറ്റ് നൽകിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും. ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഹീറ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഹീറ്റിനനുസരിച്ചുള്ള കൂളിംഗ് കൊടുക്കാനാണ് ഇത്തരത്തിലുള്ള എയർ വെൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ലാപ്ടോപ്പിന് നൽകിയിട്ടുള്ളത്. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ പോർട്സും കാര്യങ്ങളും നോക്കുവാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് SD കാർഡ് സ്ലോട്ട് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മൈക്കോ അല്ലെങ്കിൽ ഹെഡ്ഫോണോ കണക്ട് ചെയ്യാനുള്ള ഒരു ഹെഡ്ഫോൺ ജാക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ USB Type-C പോർട്ട് നമുക്ക് ഒരെണ്ണം ലഭിക്കുന്നുണ്ട്. പിന്നെ എതർനെറ്റ് കണക്ട് ചെയ്യാനുള്ളൊരു പോർട്ട്, പിന്നെ USB പോർട്ട്, പിന്നെ ഒരു HDMI പോർട്ട് നൽകിയിട്ടുണ്ട്. റൈറ്റ് സൈഡിലോട്ട് വരുവാണെങ്കിൽ നമുക്കൊരു ചാർജിങ് പോർട്ടും പിന്നെ ഒരു USB പോർട്ടും വരുന്നുണ്ട്. ടോട്ടൽ 2 നോർമൽ USB പോർട്ടും ഒരു Type-C പോർട്ടും എതർനെറ്റ് പോർട്ടും HDMI പോർട്ടും അതോടൊപ്പം തന്നെ SD കാർഡ് സ്ലോട്ടും മൈക്ക് അല്ലെങ്കിൽ ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനുള്ള പോർട്ടുമാണ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഒറ്റ കൈ കൊണ്ട് തന്നെ ഈ ഒരു ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓപ്പൺ ചെയ്യുമ്പോഴും ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് നമുക്ക് ഇതിനകത്തും കാണുവാൻ സാധിക്കുന്നത്. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ എഡ്ജും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പാണെന്ന് തന്നെ. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിതിനകത്ത് ഈ ഒരു ബ്രാൻഡുകളുടെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കാണുവാൻ സാധിക്കും. AMD-യുടെ RYZEN പ്രൊസസ്സറാണ്, അതോടൊപ്പം NVIDIA-യുടെ RTX സീരീസ് ഗ്രാഫിക്സ് കാർഡാണ്, പിന്നെ 144 ഹെഡ്സ് റിഫ്രഷ് ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. തുടങ്ങിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു ട്രാക്ക് പാഡാണ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് ലഭിക്കുന്നത്. ബട്ടൺസ് എക്സ്ട്രാ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷേ ഇതിനകത്ത് നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബട്ടൺസ് അവൈലബിൾ ആണ്. കീബോർഡ് നോക്കുവാണെങ്കിലും ബാക്ക് ലൈറ്റ് കീബോർഡാണ് വരുന്നത്. ഇത് വന്നിട്ട് പർപ്പിൾ കളർ ബാക്ക് ലൈറ്റ് ആണ് ഈ ഒരു കീബോർഡിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. നമുക്കിതിനകത്ത് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല. ഒന്നെങ്കിൽ ഈ ഒരു ബാക്ക് ലൈറ്റ് നമുക്ക് ഓഫ് ആക്കി വെക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് മാക്സിമം ആക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു മീഡിയത്തിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ 3 കാര്യങ്ങൾ മാത്രമാണ് നമുക്കിതിൻ്റെ ഈ ഒരു കീബോർഡിനകത്ത് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇതിൻ്റെ സ്പീക്കേഴ്സ് നൽകിയിട്ടുള്ളത്. സ്പീക്കർ നോക്കുവാണെങ്കിലും ഒരു ഡയമണ്ട് കട്ട് ഡിസൈൻ വരുന്ന ഒരു സ്പീക്കറാണ് ഈ ഒരു ലാപ്ടോപ്പ് ഞാൻ നൽകിയിട്ടുള്ളത്. ഫ്രണ്ട് ഫയറിംഗ് സ്പീക്കേഴ്സാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ബോട്ടം സൈഡിൽ തന്നെ HP-യുടെ ഒരു ലോഗോ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ടോപ്പിൽ നമുക്ക് ഇവിടെ ക്യാമറ ലഭിക്കുന്നുണ്ട്. വളരെയധികം മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബസിൽസ് ആണ് ഈ ഒരു ഡിസ്പ്ലേക്ക് നൽകിയിട്ടുള്ളത്. ടോപ്പിൽ ക്യാമറ വരുന്നത് കൊണ്ട് തന്നെ സൈഡിലത്തെ ബസിൽസിനേക്കാളും കുറച്ചുകൂടെ കൂടുതലാണ് ടോപ്പിലെ ബസിൽസ് എന്ന് പറയുന്നത്. 15.6 ഇഞ്ചാണ് ഈ ഒരു ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത്. നമുക്ക് 144 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് അവൈലബിൾ ആണ്. ഇത് വന്നിട്ട് ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ മാറ്റ് ഫിനിഷിംഗ് വരുന്ന ഡിസ്പ്ലേ ആണ് ഈ ഒരു ലാപ്ടോപ്പിൽ നൽകിയിട്ടുള്ളത്. എന്താണ് ഈ ഒരു ഡിസ്പ്ലേയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോൾ 2 തരത്തിലുള്ള ഡിസ്പ്ലേകളാണ് മെയിൻലി ലാപ്ടോപ്പിൽ വരുന്നത്. ഒന്ന് ഗ്ലോസി ടൈപ്പും ഒന്ന് മാറ്റ് ടൈപ്പും. ഗ്ലോസി ഡിസ്പ്ലേ ഉള്ള ഒരു ലാപ്ടോപ്പാണ് അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഡിസ്പ്ലേയിലോട്ട് ലൈറ്റ് അടിക്കുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്യും. പക്ഷേ മാറ്റ് ഡിസൈൻ വരുന്നത് അല്ലെങ്കിൽ ആൻറ്റി ഗ്ലെയർഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയിൽ നമുക്ക് ലൈറ്റ് അടിക്കുമ്പോൾ, അതായത് സ്ക്രീനിലോട്ട് ഡയറക്റ്റ് ലൈറ്റ് അടിച്ചാൽ റിഫ്ലക്ട് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷ്വലൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാതെ മാറ്റ് ഫിനിഷിങ്ങുള്ള ഡിസ്പ്ലേ നമുക്ക് കണ്ടന്റ് ആസ്വദിക്കാൻ സാധിക്കും. അതാണ് ഈ ഒരു മാറ്റ് ഫിനിഷ് ഡിസ്പ്ലേയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. 300 നിറ്റ്സ് ആണ് ഈ ഒരു ഡിസ്പ്ലേയുടെ മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ 7 ms ആണ് ഈ ഒരു ഡിസ്പ്ലേ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ലാപ്പ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ബൂട്ടിംഗ് ടൈം ഒക്കെ വളരെ ഫാസ്റ്റാണ്. ഏകദേശം ഒരു 10 to 12 സെക്കൻഡ് മാത്രം മതി നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് ബൂട്ടായി വരാൻ. ഇനി നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള ഇതിൻ്റെ പെർഫോമൻസ് സൈഡിലോട്ട് വരാം. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ പ്രൊസസ്സർ വരുന്നത് AMD-യുടെ RYZEN 7 5800H എന്ന് പറയുന്ന പ്രൊസസ്സറാണ് നൽകിയിട്ടുള്ളത്. 8 കോറും 16 ത്രെഡ്സുമാണ് ഈ ഒരു പ്രൊസസ്സറിൽ വരുന്നത്. ഇതിൻ്റെ ബേസ് ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 3.2 GHz ആണ്. നമുക്ക് ഏകദേശം 4.4 GHz വരെ ഇതിൻ്റെ സ്പീഡ് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 16 MB L3 ക്യാച്ച്
ക്യാപ്പസിറ്റിയാണ് ഈ ഒരു പ്രൊസസ്സറാണ് നൽകിയിട്ടുള്ളത്. സോ എന്തുകൊണ്ടും വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസസ്സർ വരുന്ന ഒരു ലാപ്ടോപ്പാണ് ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നത്. ഈ ഒരു ലാപ്ടോപ്പിനകത്ത് ഈ ഒരു പ്രൊസസ്സർ നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എഡിറ്റിങ്ങിനാണെങ്കിലും അല്ലെങ്കിൽ ഗെയിമിങ്ങിനാണെങ്കിലും ഒരേ രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ഈ ഒരു ലാപ്ടോപ്പ് നൽകുന്നുണ്ട്. ഒരു ഗെയിമറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആ ഒരു പ്രൊസസ്സറിനകത്ത് ക്ലോക്ക് സ്പീഡാണ്. നമുക്ക് ഇതിനകത്ത് 3.2 GHz ആണ് ബേസ് ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു എഡിറ്ററെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ കോർ കൗണ്ടും ത്രെഡ് കൗണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് 8 കോറും 16 ത്രെഡ്സും വരുന്നുണ്ട്. സോ കോറിനേക്കാൾ കൂടുതൽ ത്രെഡ്സ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടി ടാസ്കിങ് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരിക്കും. അതായത് നിങ്ങളിപ്പോൾ ഒരു വീഡിയോ ഒക്കെ റെൻഡർ ചെയ്യാൻ വെച്ചിട്ട് മറ്റേതെങ്കിലും ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയാലും വലിയ രീതിയിലുള്ള പ്രശ്നം നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. അതാണ് ഈ ഒരു മൾട്ടി ടാസ്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇനി എന്തായാലും നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഗ്രാഫിക്സ് കാർഡിലോട്ട് വരാം. ഇതിനകത്ത് നൽകിയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് NVIDIAയുടെ GeForce RTX 3050 എന്ന് പറയുന്ന ഗ്രാഫിക്സ് കാർഡാണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് 4GB DDR6 വരുന്ന ഗ്രാഫിക്സ് കാർഡാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ RAM ആൻഡ് സ്റ്റോറേജ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഈ ഒരു മോഡലിനകത്ത് 16GB RAM ആണ് വരുന്നത്. അതായത് 8GB റാമിൻ്റെ 2 സ്ലോട്ടുകളാണ് ഈ ഒരു ലാപ്ടോപ്പ് ഞാൻ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 512GB SSD ആണ് ഇതിൻ്റെ സ്റ്റോറേജ് ആയിട്ട് നൽകിയിട്ടുള്ളത്. DDR4 RAM ആണ് ഈ ഒരു ലാപ്ടോപ്പ് ഞാൻ നൽകിയിട്ടുള്ളത്. ഏകദേശം 3200 MHz വരെ ഇതിന് സ്പീഡ് നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു സെയിം സ്പെക്ക് വരുന്ന ലാപ്ടോപ്പിന് തന്നെ 8GB RAM മാത്രമുള്ള വേരിയൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അത് ഈ ഒരു ലാപ്ടോപ്പിനേക്കാൾ ഏകദേശം $2000 പ്രൈസ് കുറഞ്ഞാണ് നമുക്ക് കിട്ടുന്നത്. സോ എന്തായാലും നിങ്ങളൊരു ലാപ്ടോപ്പ് വാങ്ങുന്നുണ്ടെങ്കിൽ മെയിൻലി എഡിറ്റിംഗ് ഗെയിമിംഗ് അത്തരത്തിലുള്ള ഹെവി ടാസ്കുകൾക്കാണ് വാങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും 60GB RAM ഉള്ള ലാപ്ടോപ്പ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ ഒരു ലാപ്ടോപ്പിനകത്ത് വരുന്ന പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുന്നത് SSD ആണ്. 512GB SSD ആണ് വരുന്നത്. M.2 NVMe SSD ആണ് ഈ ഒരു ലാപ്ടോപ്പ് ഞാൻ നൽകിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ലാപ്ടോപ്പ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. നമുക്കിതിനകത്ത് റാമും അതോടൊപ്പം തന്നെ സ്റ്റോറേജും അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. റാം ഏകദേശം 32GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. 16GB തന്നെ ധാരാളമാണ്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ടാസ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് 32GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് വരുന്നത് Windows 10 ആണ്. ഇപ്പം ഞാൻ അതിനകത്ത് Windows 11 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു ലാപ്ടോപ്പ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് Windows 10 ആണ് ലഭിക്കുന്നതെങ്കിൽ Windows 11 ഫ്രീ അപ്ഡേറ്റും ഈ ഒരു ലാപ്ടോപ്പിനകത്ത് ലഭിക്കുന്നുണ്ട്. ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന വൈഫൈ എന്ന് പറയുന്നത് Wi-Fi 6 ആണ്. അതോടൊപ്പം തന്നെ ബ്ലൂടൂത്ത് വേർഷൻ 5.2 ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിട്ടുണ്ട്. ഇനി ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ബാറ്ററി ഇൻ്റർഫേസിലോട്ട് വരികയാണെങ്കിൽ ഏകദേശം കമ്പനി പറയുന്നത് 6 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് ഈ ഒരു ലാപ്ടോപ്പിന് കിട്ടുമെന്നാണ്. അത് നമ്മൾ നോർമൽ യൂസേജ് യൂസ് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു 6 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് നമുക്ക് കിട്ടുള്ളൂ. നിങ്ങളൊരു ഗെയിമിംഗ് അല്ലെങ്കിൽ എഡിറ്റിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പ്ലഗ് ചെയ്ത് തന്നെ ഈ ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്യുക. ഈ ഒരു ലാപ്ടോപ്പ് ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ പ്ലഗ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ബാറ്ററിക്ക് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരത്തില്ല. കാരണം ഇത് അത്തരത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലഗ് ചെയ്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഈ ഒരു ലാപ്ടോപ്പിന് വരുന്നില്ല. നോർമൽ യൂസേജിനാണ് നമുക്ക് 6 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് ഈ ഒരു ലാപ്ടോപ്പിന് ലഭിക്കുന്നത്. സോ അല്ലാതെ നിങ്ങൾ ഹെവി ടാസ്ക് ആയിട്ടുള്ള ഗെയിമിംഗ് എഡിറ്റിംഗ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പ്ലഗ് ചെയ്ത് തന്നെ യൂസ് ചെയ്യുക. പ്ലഗ് ചെയ്ത് യൂസ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തന്നെ വരാനില്ല. പിന്നെ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഡിസൈൻ ഭാഗത്ത് വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വെയിറ്റ് ആണ്. ഏകദേശം 1.98 കിലോഗ്രാം ആണ് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് മെയിനായിട്ട് 3 മോഡുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. 1 നോർമൽ മോഡ്, 2 പെർഫോമൻസ് മോഡ്, 3 ടർബോ മോഡ്. നോർമൽ മോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ ആയിട്ടുള്ള ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ഒരു നോർമൽ മോഡ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വേർഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു നോർമൽ മോഡ് എന്ന് പറയുന്നത്. പെർഫോമൻസ് മോഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഇച്ചൂടെ അതായത് നോർമൽ മോഡിൽ നിന്നും ഇച്ചൂടെ കൂടുതലായിട്ടുള്ള ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് പെർഫോമൻസ് മോഡിലോട്ട് പോകുന്നത്. എന്നാൽ ടർബോ മോഡ് എന്ന് പറയുമ്പം ഈ ഒരു ഗ്രാഫിക്സ് കാർഡിൻ്റെയും പ്രോസസ്സറിൻ്റെയൊക്കെ മാക്സിമം ഔട്ട് എടുത്ത് ചെയ്യുമ്പോഴാണ് ടർബോ മോഡ് ആക്ടിവേറ്റ് ആവുന്നത്. ടർബോ മോഡ് ആക്ടിവേറ്റ് ആവാൻ നമ്മൾ പ്ലഗ് ചെയ്ത് യൂസ് ചെയ്താൽ മാത്രമേ ടർബോ മോഡ് ആക്ടിവേറ്റ് ആവുള്ളൂ. ടർബോ മോഡ് യൂസ് ചെയ്യുമ്പം ഈ ഒരു പ്രോസസ്സറിൻ്റെയും അതോടൊപ്പം ഗ്രാഫിക്സ് കാർഡിൻ്റെയൊക്കെ മാക്സിമം ഔട്ട്പുട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ ഒരു സിസ്റ്റം ചൂടാവുന്നുണ്ട്. അതൊരു വലിയ പ്രശ്നമില്ല. കാരണം ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് നല്ല രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ഇനി ഈ ഒരു ലാപ്ടോപ്പിൻ്റെ പ്രൈസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഈ ഒരു പവലിയൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 60,000 രൂപ തൊട്ടാണ്. 60,000 രൂപ തൊട്ട് 1,00,000 രൂപയ്ക്ക് മേളിൽ വരെയുള്ള ലാപ്ടോപ്പുകൾ പല വേരിയൻറ്റിലുള്ള ലാപ്ടോപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ഒരു ലാപ്ടോപ്പ് അതായത് AMD RYZEN 7 5800Hഉം അതോടൊപ്പം RTX 3050 വരുന്ന ഈ ഒരു ലാപ്ടോപ്പിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 86,500 രൂപയാണ്. ഇത് 16GB റാം വരുന്ന ലാപ്ടോപ്പിൻ്റെ പ്രൈസാണ് പറഞ്ഞത് 86,500 രൂപ എന്ന് പറയുന്നത്. നിങ്ങൾ 8GB റാം ഉള്ള ഒരു ലാപ്ടോപ്പാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 2000 രൂപ കുറഞ്ഞ അതായത് 84,500 രൂപയാണ് ആ ഒരു ലാപ്ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത്. നിങ്ങൾ എഡിറ്റിങ്ങും അതോടൊപ്പം ഗെയിമിംഗ് ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും 16GB റാമുള്ള ലാപ്ടോപ്പിനെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് നാൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ അല്ലേ, ഏകദേശം 1-2-3 ദിവസം മാത്രമാണ് ഞാൻ ഈ ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ടുള്ളൂ. സോ ആ യൂസ് ചെയ്ത എക്സ്പീരിയൻസ്
വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു ലാപ്ടോപ്പ് തന്നെയാണ്. നിങ്ങൾക്ക് എഡിറ്റിംഗ് അതോടൊപ്പം ഗെയിമിംഗ് ഒക്കെ അങ്ങനെ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പ് തന്നെയാണ് HP Pavilion സീരീസിൽ വരുന്ന ഈ ഒരു ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.